ഇപ്പോൾ ഈ ഫ്രാൻസിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫീസ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുമോ? എന്താ അവിടുത്തെ ഒരു? പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ഇപ്പം പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഇംഗ്ലീഷ് കോഴ്സസ് കുറവാണ്. ഇപ്പം PhD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ അല്ലാതെ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് മോസ്റ്റ്ലി അവിടെ ഫ്രഞ്ചിലാണ് കോഴ്സസ് ഉള്ളത്. അപ്പം ഈ ഫ്രഞ്ച് ഈ B1 B2 ഒക്കെ കഴിയുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രഞ്ച് കോഴ്സസിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫീസ് എന്തോ 120 യൂറോയോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ. സെമസ്റ്റർ ഫീസ് ആണോ ഇയർലി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ 120 യൂറോ ആ ഒരു രീതിയിലേ വരുന്നുള്ളൂ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കേട്ടൊരു കാര്യമാണ്, നമ്മൾ അവിടെ ഓൾറെഡി പഠിച്ച് ഇപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്രഞ്ച് സ്കൂളിൽ ഫ്രഞ്ച് കോഴ്സിന് വേണ്ടി അഡ്മിഷൻ എടുത്തു. അങ്ങനെ വന്ന് ഫ്രഞ്ച് കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഫ്രഞ്ചിൽ തന്നെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ബോർദോയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ വെറും ഒട്ടും വളരെ കുറച്ച് ഫീസോട് കൂടിയിട്ടാണ് ഇപ്പം ആ കുട്ടി പഠിക്കുന്നത്. അപ്പം നമുക്കൊന്നും അങ്ങനത്തുള്ള ഇത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഓപ്പർച്യൂണിറ്റീസോ ഇല്ല. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഇപ്പം അഡ്മിഷൻസ് അങ്ങനത്തുള്ള ഫ്രഞ്ച് സ്കൂൾസിലൊക്കെ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡൂ യുവർ വിസ പ്രോസസ്സിങ്സ്. അത് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സത്യം പറഞ്ഞാൽ ഏജൻസിയുടെ ഹെൽപ്പ് വേണ്ട ഫ്രാൻസിൽ പോകാൻ. ബിക്കോസ് ഞാൻ 2016 വിത്തൗട്ട് എനി ഹെൽപ്പ്, ഒരു ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ പേപ്പർ വർക്ക് വരെ തന്നെ ചെയ്ത ഒരാളാണ്. അപ്പം എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ എല്ലാം തന്നെ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം ഒരു ഏജൻസിയുടെ ഹെൽപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ട. പക്ഷേ ഈ പേപ്പർ വർക്കൊക്കെ ചെയ്താൽ ഇത് റിജക്ഷൻ ആകുമോ എന്നൊക്കെയുള്ള സംശയമുള്ള ആൾക്കാർ കാണും. പക്ഷെ അങ്ങനത്തുള്ള ആൾക്കാർ അഡ്മിഷൻസ് നിങ്ങൾക്ക് ബെറ്റർ സ്കൂളിൽ എടുത്തിട്ട് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ഏജൻസീസിനെ റീച്ച് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടും ക്ലാഷ് ആവാതെ പൊക്കോളും. അല്ല, കുട്ടികളെ ഏറ്റവും കൂടുതൽ മടി വയ്ക്കുന്ന കാര്യം ഒരു സെൽഫ് റിസർച്ച് ആണ്. കാരണം നമ്മുടെ ലൈഫ് വെച്ച് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ റിസർച്ച് ചെയ്യണം. ആരോട് എന്തൊക്കെ ചോദിച്ചു പറഞ്ഞാൽ ഞാൻ പറയും, ഓൾറെഡി അവിടെ ഒരാളോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അയാൾക്ക് ആ ഒരു കോളേജിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, അയാൾ കുഴപ്പമില്ല നിങ്ങൾ പോരാൻ പറയും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അതാവണമെന്നില്ല. ചിലപ്പോൾ അയാൾ വേറൊരു ക്യാമ്പസിൻ്റെ ആയിരിക്കും പറയുന്നത്, ഇപ്പുറത്തെ ക്യാമ്പസ് ചിലപ്പോൾ ഒരു അക്രഡിറ്റേഷൻ ഇല്ലാത്ത ക്യാമ്പസ് ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് കുട്ടികൾ റിസർച്ച് ചെയ്ത് തുടങ്ങിയാലാണ് ആക്ച്വലി അവർക്കൊരു റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സിലേക്ക് എത്തത്തുള്ളൂ. അവിടെ പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഏജൻസീസ് നടത്തി കുട്ടികളെ സെയിം റെപ്യൂട്ടഡ് അല്ലാത്ത കോളേജിലോട്ട് വിടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ അവർ അവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണോ വന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവരുടെ മെയിൻ ഉദ്ദേശം ദേ നോ അവർക്ക് ആൾക്കാരെ വിടാൻ പറ്റും ആൻഡ് ദേ ക്യാൻ ഏൺ മണി. അവർ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫാണ് ഇതാവാൻ പോകുന്നത്. സോ അത് കുറേ കണ്ടിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് ഇങ്ങോട്ട് വന്നോന്ന്. പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ റിയാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയായിരിക്കും, എങ്ങനെങ്കിലുമൊക്കെ പാർട്ട് ടൈം ചെയ്ത് പോകാൻ പറ്റും, അല്ലാതെ പഠിത്തം കണ്ടിന്യൂ ചെയ്ത് പ്രൊഫഷണൽ ജോലി കിട്ടുമെന്ന് ആരും പറയത്തില്ല. അതെപ്പോഴും റിസ്ക് ആണ്. അത് 50-50 ആണ്. 50-50 ചാൻസ് ആണ്. ആ റിസ്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരാം.